താമരശ്ശേരിയിൽ സ്കൂട്ടറിൽ പിക്കപ്പ് വാൻ ഇടിച്ച അപകടത്തിൽ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ നഴ്സിനാണ് പരിക്കേറ്റത്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, എങ്ങനെയാണ് അപകടം? ഈ നഴ്സിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ശ്രീജിത്ത്, ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. 6 മണിയോടെയായിരുന്നു അപകടം. കോഴിക്കോട് കൊല്ലങ്ങൽ ദേശീയപാതയിൽ വെച്ചാണ് അപകടമുണ്ടായത്. സർവീസ് റോഡിൽ നിന്ന് പ്രധാന പാതയിലേക്ക് വരികയായിരുന്നു ഈ നേഴ്സായിട്ടുള്ള ഷീജ. അതിനിടയിലാണ് അവർക്ക് എതിരെ വന്നിട്ടുള്ള വാഹനം, ഒരു പിക്കപ്പ് വാൻ, അവരെ ഇടിച്ച് തെറിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, അവരുടെ കാലിലൂടെ ഈ വാഹനം കയറി ഇറങ്ങുകയും ചെയ്തു. മൈസൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ശർക്കരയുമായി വന്ന പിക്കപ്പ് വാനാണ് ഇടിച്ച് അപകടമുണ്ടാക്കിയത്. അവരുടെ കാലിലൂടെ കയറി ഇറങ്ങിയതിനാൽ കാലിൻ്റെ മജ്ജ ഉൾപ്പെടെ റോഡിൽ വീഴുന്ന ഒരു ഘട്ടമുണ്ടായി. ഉടൻ തന്നെ അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ വളരെ ഗുരുതരാവസ്ഥയിലാണ് അവർ കഴിയുന്നത്. അതിനുശേഷം അവർക്ക് വിദഗ്ധ ചികിത്സ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് തന്നെ ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരുടെ കാൽ മുറിച്ച് മാറ്റേണ്ടി വരും എന്നതാണ് അവിടെ നിന്നാണ് അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഡോക്ടർമാർ നൽകുന്നത്. അത്രമേൽ ഗുരുതരമായിട്ട് തന്നെയാണ് ഈ വാഹനം കയറി ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരാവസ്ഥയിലാണ് ഈ സ്ത്രീ ഇപ്പോൾ ഉള്ളത്. താലൂക്ക് ആശുപത്രിയിലെ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. അവർ ഇന്ന് രാവിലെ യോഗ ക്ലാസ്സിന് പോകുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടമുണ്ടായിരിക്കുന്നത്. ശ്രീജിത്ത്.